ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്ക് OCI ഒബ്ജക്റ്റ് സ്റ്റോറേജ് ബക്കറ്റ് നമുക്ക് ഒരു വെർച്വൽ മെഷീനിൽ ഒരു VM-ൽ നമുക്ക് മൗണ്ട് ചെയ്യാം എന്നുള്ളത്. ഈ യൂസ് കേസ് നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മെഷീൻ ഉണ്ട്. ആ മെഷീനകത്ത് നിങ്ങളൊരു ഡെയിലി ബാക്കപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ബാക്കപ്പ് സ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ലോക്കൽ മെഷീനിന്റെ ഏതെങ്കിലും ഒരു പാത്തിൽ /mntലോ /temp-ലോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ CLI വെച്ച് നമ്മൾ ബക്കറ്റിലോട്ട് പുഷ് ചെയ്യുന്നു അല്ലേ? ഇത് അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു മെഷീനിൽ, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു മെഷീനിൽ നിങ്ങൾക്ക് ഒരു S3 ബക്കറ്റിനെ മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ട്യൂട്ടോറിയലിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് റെഡ് ഹാറ്റ് 9.3 അല്ലെങ്കിൽ ഒറാക്കിൾ ലിനക്സ് 9.3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എനിക്കൊരു മെഷീൻ ഉണ്ട്. ഈ മെഷീനിൽ ഞാൻ ലോഗിൻ ചെയ്തു. ഈ മെഷീനിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു ബക്കറ്റ്, OCI ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബക്കറ്റ് ഞാൻ മൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇപ്പൊ വേറെ മൗണ്ട് പോയിന്റ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റിലെ നമുക്ക് നമ്മുടെ ക്ലൗഡിൽ OCI ലോഗിൻ ചെയ്യണം. OCI ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഹാംബർഗർ മെനു ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇതിൽ ടെനൻസി ഡീറ്റെയിൽസ് എന്നുള്ള സംഭവമുണ്ട്. ഈ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ പറ്റും എഡിറ്റ് ഒബ്ജക്റ്റ് സ്റ്റോറേജ് സെറ്റിംഗ്സ്. ഓക്കെ, സെറ്റിംഗ്സ് ഫോർ ഒബ്ജക്റ്റ് സ്റ്റോറേജ് ഇൻ ടെനൻസി, ആമസോൺ S3 കോമ്പാറ്റബിൾ API ഡിസിഗ്നേറ്റഡ് കമ്പാർട്ട്മെന്റ്. ഇത് ആണോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. ഇപ്പൊ റൂട്ട് കമ്പാർട്ട്മെന്റ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ബൈ ഡിഫോൾട്ട് ഇത് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ആസ് എ പ്രീ റിക്വസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് കഴിയുമ്പം നമുക്ക് നമ്മുടെ സെർവറിൽ ആദ്യം തന്നെ സെർവറിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. DNF അപ്ഡേറ്റ് -y. ഈ ഒരു അപ്ഡേറ്റ് പ്രോസസ്സ് കുറച്ച് സമയം എടുക്കും. ഞാനതിപ്പോൾ സ്കിപ്പ് ചെയ്യുവാണ്. ഇതാണ് ഇതിന്റെ ബ്ലോഗ്. ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ഇവിടെ പറയുന്നത് പോലെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് S3 Fuse എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്ലഗിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. S3 കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് സ്റ്റോറേജ് ബക്കറ്റ്സിനെല്ലാം നമുക്ക് S3 Fuse വെച്ച് നമുക്ക് നമ്മുടെ VM-ൽ മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ പ്രീ റിക്വസ്റ്റ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷമുള്ള സ്റ്റെപ്സ് ടോട്ടൽ അറൌണ്ട് 19 സ്റ്റെപ്സോളം ഉണ്ട്. ഈ 19 സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ മെഷീൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ലോഗിൻ ടു OCI കൺസോൾ. നമുക്ക് OCI കൺസോളിൽ ലോഗിൻ ചെയ്തിട്ട് ആക്സസ് കീയും സീക്രട്ട് കീയും നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഈ ആക്സസ് കീ, സീക്രട്ട് കീ വളരെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾ സേഫ് ആയിട്ട് തന്നെ വെക്കണം. ഇതിനകത്ത് സീക്രട്ട് കീ നമുക്ക് ഒരു തവണ മാത്രമേ OCI കാണിക്കുകയുള്ളൂ. അപ്പൊ ഇത് എവിടുന്ന് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈലിൽ പോകുന്നു. ഓക്കെ, ഇവിടെ മൈ പ്രൊഫൈൽ എടുക്കുന്നു. കസ്റ്റമർ സീക്രട്ട് കീ, ജനറേറ്റ് സീക്രട്ട് കീ, ഈ ഓപ്ഷൻ കണ്ടോ? അപ്പൊ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു, S3FS ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. ഒരു നോട്ട് പാഡ് എടുക്കുന്നു. നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇത് ടെമ്പററി പർപ്പസിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം ഈ കീയും സീക്രട്ട് കീയും ആക്സസ് കീയും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ആക്സസ് കീ. ആക്സസ് കീ ഞാൻ കോപ്പി ചെയ്യുന്നു, നോട്ട് പാഡിൽ സേവ് ചെയ്യുന്നു. ആക്സസ് കീ, ഇത് നമ്മുടെ സീക്രട്ട് കീ, മാറ്റി സേവ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു ബക്കറ്റാണ് എന്തായാലും വേണ്ടത് അല്ലെ? നമ്മൾ ഈ ബക്കറ്റിനെയാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റോറേജിൽ പോകുന്നു, ബക്കറ്റ് ചൂസ് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു ബക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. മൈ അപ്ലോഡ് ബക്കറ്റ്, ടിയർ സ്റ്റാൻഡേർഡ് തന്നെ, ബാക്കി എല്ലാം ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ബക്കറ്റ് ക്രിയേറ്റ് ആയി. ഈ ബക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല, ഒബ്ജക്ട്സ് ഒന്നും ഇല്ല, ഡാറ്റ ഒന്നും ഇല്ല. ഓക്കെ, നമ്മുടെ സെർവർ എന്തായാലും നോക്കാം. ഇപ്പം അപ്ഡേറ്റ് എല്ലാം ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു. നോക്കി അറിയാം 716 ഔട്ട് ഓഫ് 716. അപ്പോൾ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് സെർവറിൽ ബാക്കി വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മുടെ VM അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റിലെ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ S3 Fuse എന്ന് പറഞ്ഞ ഈ പ്ലഗിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ OCI ഒബ്ജക്റ്റ് സ്റ്റോറേജ് ബക്കറ്റ് മൗണ്ട് ചെയ്യുന്നത്. നമുക്ക് S3 Fuse ആണ് നമ്മൾ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് റെഡ് ഹാറ്റിലും ഒറാക്കിൾ ലിനക്സിലും ഇത് EPL
റെപ്പോയിൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് എം റെപ്പോസിറ്ററി ഡോട്ട് ഡി ഉണ്ടല്ലോ, etc എം ഡോട്ട് റെപ്പോസ് ഡോട്ട് ഡി. ഇതിൽ ഒറാക്കിൾ EPL oil9.repo ഈ റെപ്പോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ എനേബിൾ 0 മാറ്റി നമ്മൾ ഓൺ ആക്കണം. അതായത് നമ്മൾ ഈ ഒരു റെപ്പോസിറ്ററി നമ്മൾ എനേബിൾ ചെയ്യുവാണ്. ഓക്കെ, ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എം ഇൻസ്റ്റാൾ s3fs-fuse -y. ഇപ്പം നമ്മൾ എം യൂസ് ചെയ്തിട്ട് s3fs ഫ്യൂസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ ഇൻസ്റ്റലേഷൻ കഴിയുമ്പം s3fs റെഡിയായി. അപ്പം നോക്കിയാൽ മനസ്സിലാവും, ഞാൻ -y കൊടുത്തുകൊണ്ട് s3 ഫ്യൂസ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് ആയോ ഇല്ലയോ നോക്കാനായിട്ട് s3fs വേർഷൻ കൊടുത്തു നോക്കാം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റി 1.94 ആണ് വേർഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് പോകാം. അപ്പം നമ്മൾ ലോഗിൻ ടു സെർവർ കഴിഞ്ഞു, സ്റ്റെപ്പ് 2 അപ്ഡേറ്റ് ചെയ്തു, സ്റ്റെപ്പ് 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇത് നമ്മൾ സ്റ്റെപ്പ് 6 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. SSH ടു ദ ആപ്ലിക്കേഷൻസ്, ഏത് സെർവറിലാണോ നമുക്ക് ചെയ്യേണ്ടത് ആ സെർവറിൽ നമ്മൾ ലോഗിൻ ചെയ്തു. ഓക്കെ, ഞാൻ ഇതിനെ ലോഗൗട്ട് ചെയ്തു, OPC എന്നുള്ള യൂസറായിട്ട് നിൽക്കുന്നു. ഇത് PWD കൊടുത്ത് നോക്കിയാൽ എൻ്റെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് ഹോം OPC ആണ്. ഓക്കെ, എനിക്ക് ഇതിനകത്തൊരു ഫോൾഡറാണ് എനിക്ക് എന്ത് ചെയ്യണം, മൗണ്ട് ചെയ്യേണ്ടത്, S3 ബക്കറ്റ് മൗണ്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് വേറെ ഫോൾഡർ ഒന്നുമില്ല, കുറച്ച് ഇൻവെസിബിൾ ഫയൽസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണം, ഒരു പാസ്വേഡ് ഫയൽ. അതായത് ഹോം OPC ഓക്കെ .passwd-s3fs എന്ന് പറഞ്ഞൊരു ഫയൽ, ഒരു ഇൻവിസിബിൾ ഫയലാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ആക്സസ് കീ സീക്രട്ട് കീ ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആക്സസ് കീ : സീക്രട്ട് കീ. അതായത് നമ്മുടെ ബ്ലോഗ് നോക്കിയാൽ മനസ്സിലാവും, ഇൻപുട്ട് യുവർ ആക്സസ് കീ ID : സീക്രട്ട് കീ ബോത്ത് ഇൻ വൺ ലൈൻ വിത്ത് എ കോളം സെപ്പറേറ്റഡ്. അതായത് ആക്സസ് കീ ആദ്യമേ കോപ്പി ചെയ്യുന്നു, സെർവറിൽ പേസ്റ്റ് ചെയ്യുന്നു, ഒരു കോളൻ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നമ്മുടെ സീക്രട്ട് കീ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ആക്സസ് കീ : സീക്രട്ട് കീ ഇൻ എ സിംഗിൾ ലൈൻ. ഫയലിനെ നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ എന്നിട്ട് പെർമിഷൻ chmod 600 ആയിട്ട് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ പാത്ത് ഫയല്. പെർമിഷനും ചേഞ്ച് ചെയ്തു. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ chmod പെർമിഷൻ ചെയ്തു. ക്രിയേറ്റ് എ ബക്കറ്റ് ഇൻ OCI നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ചെയ്തത് മൈ അപ്ലോഡ് ബക്കറ്റ് എന്ന് പറഞ്ഞ ബക്കറ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മൈ അപ്ലോഡ് ബക്കറ്റ് കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് OCI റീജിയനിലാണ് നമ്മൾ ബക്കറ്റും നമ്മുടെ മെഷീനും കിടക്കുന്നത് മൗണ്ട് ചെയ്യേണ്ടത്, ആ ബക്കറ്റിന്റെ റീജിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു URL ഉണ്ട്. ഈ URL കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇത് നോക്കി അറിയാൻ പറ്റും എൻ്റെ VM-ഉം എൻ്റെ സ്റ്റോറേജും കിടക്കുന്ന ഫ്രാങ്ക്ഫുട്ട് ആണ്. കറക്റ്റ് അല്ലേ. അപ്പൊ ഈ ലിങ്കിൽ പോയിട്ട് ഫ്രാങ്ക്ഫുട്ട് ഒന്ന് സെർച്ച് നോക്കാം. ഓക്കെ, ഫ്രാങ്ക്ഫുട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഐഡന്റിഫയർ EU-Frankfurt 1. ഓക്കെ, അപ്പൊ എൻ്റെ ടെക്സ്റ്റ് പാഡിനകത്ത് ഡാറ്റാ സെന്റർ ഐഡന്റിഫയർ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബക്കറ്റ് VM-ലോട്ട് മൗണ്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അടുത്ത ഇൻഫർമേഷൻ വേണ്ടത് നമ്മുടെ ഒബ്ജക്റ്റ് സ്റ്റോറേജ് നെയിം സ്പേസ് എന്നുള്ളതാണ്. അത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ OCI പോകുന്നു, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ പോകുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ടെനൻസി ഡീറ്റെയിൽസിലോട്ട് പോകുന്നു. ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും എന്താണ് നമ്മുടെ ഒബ്ജക്റ്റ് സ്റ്റോറേജ് നെയിം സ്പേസ്. ഉണ്ടോ, ഒബ്ജക്റ്റ് സ്റ്റോറേജ് നെയിം സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിനെ ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, കോപ്പി ചെയ്ത് നമ്മുടെ നോട്ട് പാഡിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ലൊക്കേഷൻ ഓഫ് ദ പാത്ത് ഓഫ് ദ ബക്കറ്റ്. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ മൈ ബക്കറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹോം OPC-യിൽ മൈ ബക്കറ്റ് എന്ന് പറഞ്ഞ ബക്കറ്റ് ഉണ്ടാവും. ആ ബക്കറ്റിനകത്താണ് ഈ S3 ബക്കറ്റ് മൗണ്ട് ചെയ്യുന്നത്. ഈ ഒരു പാത്തൂടെ ഞാൻ നോട്ട് ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചേക്കുവാണേ.
ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണ്ട, നമ്മൾ നോട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഈ ഒരു കമാൻഡാണ് ബേസിക്കലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഒബ്ജക്ട് സ്റ്റോറേജ് ബക്കറ്റിനെ VMലോട്ട് മൗണ്ട് ചെയ്യുന്നത്. അതായത് sudo s3fs OCI ബക്കറ്റ് നെയിം, ഇതിനകത്തുള്ളത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. എന്താണ് നമ്മുടെ OCI ബക്കറ്റ് നെയിം? അത് ലോക്കൽ പാത്ത്, ഏതാണോ ലോക്കൽ പാത്ത് -o എൻഡ് പോയിന്റ്, റീജിയൻ ഐഡന്റിഫയർ നമ്മൾ നേരത്തെ കണ്ടു, ഇവിടുന്ന് റീജിയൻ ഐഡന്റിഫയർ EU ഫ്രാങ്ക്ഫർട്ട് 1 അല്ലേ. എന്നിട്ട് അവിടുന്ന് പാസ്വേഡ് ഫയൽ, അതായത് /home/opc.s3.password-s3fs. അതിന് പകരം ഞാൻ ഇവിടെ ലോക്കൽ പാത്ത് സെയിം ലൊക്കേഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആ home/opc മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒബ്ജക്ട് സ്റ്റോറേജ് നെയിം സ്പേസ്, ഈ ഒരു കമാൻഡാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ കോപ്പി ചെയ്യുന്നു, എൻ്റെ നോട്ട് പാഡിനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ബക്കറ്റിൻ്റെ പേര് സ്റ്റോറേജ് ബക്കറ്റ്സ് ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, എൻ്റെ ബക്കറ്റിൻ്റെ പേര് മൈ അപ്ലോഡ് ബക്കറ്റ് എന്നാണ്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു, മൈ അപ്ലോഡ് ബക്കറ്റ് എന്നുള്ളത്. പിന്നെ ലോക്കൽ പാത്ത്, അതിനെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നു, OCI ഐഡന്റിഫയർ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. പാസ്വേഡ് ഫയൽ പാത്ത് തന്നെ, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് OCI റീജിയൻ ഐഡന്റിഫയർ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇത്രമേ ഉള്ളൂ. sudo s3fs മൈ s3 ബക്കറ്റ്, നമ്മുടെ s3 ബക്കറ്റ് ഏതാണോ, ഒബ്ജക്ട് സ്റ്റോറേജ് ബക്കറ്റ് ഏതാണോ, പാത്ത്, എൻഡ് പോയിന്റ്, പാസ്വേഡ് ഫയൽ, URL. ഇവിടെ ഒബ്ജക്ട് സ്റ്റോറേജ് നെയിം സ്പേസ് ഉണ്ട്. അപ്പം നെയിം സ്പേസ് കോപ്പി ചെയ്യുന്നു, ഒബ്ജക്ട് സ്റ്റോറേജ് നെയിം സ്പേസും കൊടുക്കുന്നു. ഓക്കെ, ഈ കമാൻഡ് കോപ്പി ചെയ്യുന്നു, നമ്മൾ സെർവറിൽ പേസ്റ്റ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എറർ വന്നു, നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. അപ്പം ഞാൻ ഇതിനെ ക്രിയേറ്റ് ചെയ്യുവാണ്, mkdir -p home opc ബക്കറ്റ്. ഓക്കെ, എന്നിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സെയിം കമാൻഡ് നോക്കി അറിയാൻ പറ്റി, ഇത് എറർ ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. കറക്റ്റ് അല്ലേ? ഇത് മൗണ്ട് ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൗണ്ട് സ്പേസ് പൈപ്പ് ഗ്രബ് s3fs എന്ന് കൊടുത്തു നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. s3fs ഓൺ ഹോം OPC മൈ ബക്കറ്റ് ടൈപ്പ് fuse.s3fs ആണ്, റീഡ് റൈറ്റ് ആണ്, ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇനി നമുക്കിവിടെ df - h എന്ന് അടിച്ചു നോക്കാം. ഇത് നോക്കിയപ്പം ഈ കമാൻഡ് കണ്ടോ, s3fs. ഓക്കെ, ഇവിടെ ഒരു സൈസ് ഉണ്ട്, പെറ്റാബൈറ്റിലാണ്, 0% ഹോം OPC ബക്കറ്റ്. ഇത് ഓൾറെഡി മൗണ്ട് ചെയ്ത് കിടപ്പുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു പാത്തിലോട്ട് കയറാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം മൈ ബക്കറ്റ്. ഈ ബക്കറ്റ് ലോഗിൻ ചെയ്തിട്ട് ഈ ബക്കറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് LL അടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ടച്ച് skynet.txt എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിവിടെ ക്രിയേറ്റ് ആയി. നമ്മൾ നമ്മുടെ ബക്കറ്റിൽ പോകുന്നു, മൈ അപ്ലോഡ് ബക്കറ്റ്സ് ചെല്ലുന്നു, ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്തപ്പം ആ ഫയൽ ഇവിടെ നമുക്ക് കിട്ടി. അതുപോലെ നമ്മൾ ഇവിടുന്ന് ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ VMൽ അത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു thankyou.jpg എന്ന ഫയല് അപ്ലോഡ് ചെയ്യുവാണ്. ഓക്കെ, അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫയൽ S3 ബക്കറ്റിൽ മീൻസ് ഒബ്ജക്ട് സ്റ്റോറേജ് ബക്കറ്റിലുണ്ട്. നമ്മുടെ സെർവറിലൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. സെർവറിൽ നോക്കിയപ്പോഴും thankyou.jpg കോപ്പി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്ട് സ്റ്റോറേജ് ബക്കറ്റ് OCIയിൽ നമ്മളൊരു VMലോട്ട് മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. ട്രൈ ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസോ എററോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യുക, അതിന് ചെക്ക് ചെയ്ത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.